ആയിട്ട് കുളത്തിലെത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കവറോടുകൂടി തന്നെ കുളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അരമണിക്കൂറോളം ഇങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഇതിനെ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ കുളത്തിലെ ടെമ്പറേച്ചറുമായിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്നൊരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായാലും മീൻ ഡെഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അരമണിക്കൂർ ഇങ്ങനെ ഇട്ട ശേഷം നമ്മൾ ആദ്യം റെഡ് സിലോപ്പിയാണ് റിലീസ് ചെയ്യുന്നത്. റെഡ് സിലോപ്പിയുടെ സൈസ് വരുന്നത് ഏകദേശം ഇത്രയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ റെഡ് സിലോപ്പിയ എങ്ങനെ വളരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. മീനെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുളത്തിൻ്റെ pH ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. pH 7 ആക്കിയതിന് ശേഷമാണ് നമ്മൾ കുളത്തിലേക്ക് മീനെ ഇറക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിലോപ്പിയുടെ സൈസ് വരുന്നത്. ഇത്രയും സൈസുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വാങ്ങിയത്. ഇതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ സൈസ്. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കുളത്തിലേക്ക് റിലീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കവർ അടിച്ചിട്ട് കുളത്തിലേക്ക് തന്നെ വെക്കാറാണ് പതിവ്. നല്ല ആക്റ്റീവായിട്ടുള്ള സീഡുകൾ തന്നെയാണിത്. ഇത്ര വലിയ കുഞ്ഞുങ്ങളെ തന്നെ എടുക്കുന്നതാണ് നമുക്ക് ലാഭം. പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റും. ഇത്ര വലിയ സീഡുകൾ മേടിക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ദൂരേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ മുള്ളുകൾ കൊണ്ടിട്ട് കവർ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 12 രൂപയുടെ സൈസിൽ വരുന്ന ഈ കുഞ്ഞുങ്ങൾ കർഷകർക്ക് അത്യാവശ്യം നല്ല ലാഭം തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം പെട്ടെന്ന് വിളവെടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട്. നമ്മൾ രണ്ടും കൂടി ഏകദേശം 100ഓളം സിലോപ്പികളെയാണ് ഈ കുളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അപ്പം മീനിൻ്റെ വളർച്ചയെ പറ്റി കൂടുതൽ വീഡിയോസ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.